ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊരു കുഞ്ഞ് ട്രാവൽ വ്ലോഗാണ്. ഞാനും അച്ഛനും അമ്മയും കൂടെ കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോവാണ്. സോ ചേട്ടൻ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ ഈ വട്ടത്തോണം ഞങ്ങൾ ബാംഗ്ലൂർ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഇയർ ഇതുപോലെയായിരുന്നു. ചേട്ടൻ ആ ടൈം പോസ്റ്റിംഗ് അവിടെ ആയതുകൊണ്ട് ലാസ്റ്റ് ഓണം അവിടെ ആയിരുന്നു. സോ അപ്പോൾ ഈ വട്ടവും നമ്മൾ വീണ്ടും ബാംഗ്ലൂർക്ക് പോവാണ്. സോ അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് ട്രാവൽ വ്ലോഗ് എടുക്കാമെന്ന് വെച്ചു. മോർണിംഗ് ഒരു 8:55 നമുക്ക് ട്രെയിൻ വന്നിട്ട് കോയമ്പത്തൂരിൽ നിന്ന് തന്നെയാണ്. സോ അപ്പം ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് അപ്ഡേറ്റ് ചെയ്യാം. ടൈം ഇപ്പോൾ ഏകദേശം ഒരു 7:20 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 8:20 ഒക്കെ ആകുമ്പോൾ എത്തും. കാരണം രാവിലെ ബ്ലോക്കല്ലേ. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ തന്നെ ട്രെയിൻ ഉണ്ടായിരുന്നു. സോ അങ്ങനെ കയറി. കറക്റ്റ് ടൈമായിരുന്നു ട്രെയിനൊക്കെ. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബ്രെഡും എഗ് റോസ്റ്റും ആയിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ബ്രെഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മ കുറച്ച് ദോശയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഇന്നത്തെ ഒരു ഇതെന്ന് വെച്ചാൽ ഈ ഒരു ബോഗി മൊത്തം എല്ലാവരും ഉറക്കമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇരിക്കാനൊക്കെ സ്ഥലം കുറവാണ്. സോ എനിക്ക് സൈഡ് അപ്പറായിരുന്നു കിട്ടിയത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നേരം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഞാനും അങ്ങ് കിടന്നു. എനിക്ക് പകൽ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രെയിന്. അച്ഛനാണെങ്കിൽ പകൽ ഉറങ്ങത്തില്ല ട്രെയിനിൽ കിടന്ന്. പക്ഷെ അമ്മയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നുകൊണ്ട് അമ്മയും ഉറങ്ങി. അങ്ങനെ ഞാൻ കുറച്ച് നേരം ലോവറിൽ കിടന്നുറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ അപ്പറിൽ കയറി. അങ്ങനെ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയപ്പോഴത്തേക്കും താഴെ ഒരു വളരെ മനോഹരമായ കാഴ്ച. അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമായതുകൊണ്ട് അമ്മ കിടന്നു. അങ്ങനെ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി എണീറ്റപ്പോഴത്തേക്കും ഉച്ചയായി. അപ്പോൾ പിന്നെ ലഞ്ച് കഴിക്കാൻ ടൈമായി. ഉച്ചയ്ക്കുള്ള ലഞ്ച് ഞങ്ങൾ ഓൾറെഡി പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ആപ്പിൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൂടെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 2:20 ഒക്കെ ആയി. അപ്പോഴത്തേക്കും ഇനി ഒരു ഹാഫ് ആൻ അവർ മാത്രമേ യാത്രയുള്ളൂ. അങ്ങനെ കുറച്ച് വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കും അരമണിക്കൂർ അങ്ങ് പോയി. ഭയങ്കര കൃഷിയാണ് കേട്ടോ. പൂവിൻ്റെ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ബാംഗ്ലൂർ എത്തി. അപ്പം ചേട്ടന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വരും. അപ്പം അതുവരത്തേക്ക് ഞാനിങ്ങനെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഇവിടെ കൊണ്ടുവന്ന കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അവർ വിചാരിക്കരുത് ഇത് കെട്ടിച്ചു വിട്ടാലും ഞങ്ങൾക്കൊരു സമാധാനം തരത്തില്ലല്ലോ എന്നാണ് ആ ഒരു ഭാവം. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചേട്ടൻ വന്നു. ഇനി ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ബാംഗ്ലൂർ എത്തി ഒന്ന് ഫ്രഷ് ഒക്കെ ആയി. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വ്ളോഗിൽ കാണാം. സോ ബൈ.